പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയം തുടങ്ങി. അപ്പോൾ ഐക്യൽ പ്രോബ്ലം കുറച്ച് കുട്ടികൾ ചെയ്ത് അയച്ചുവെങ്കിലും അതിൽ മിസ്റ്റേക്കുകളുണ്ട്. നമുക്കത് ഞാനത് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ അതൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ അയച്ച ഇല്ലുസ്ട്രേഷൻ പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 5. പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 5 ഞാൻ ചെയ്ത് കൊണ്ട് കാണിക്കും. 10ൽ സബ്ജക്റ്റ് ഉണ്ടെന്ന് ഇറക്കിയ കുട്ടികൾ പറഞ്ഞിരുന്നു. അതും ഒന്ന് സമയം നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്കത് അപ്പോൾ ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഞാൻ ഇന്ന് ചെയ്ത് അയക്കാൻ പോകുന്നത്. 10ഓളം കുട്ടികൾ ഗ്രൂപ്പിലൊക്കെ അത് ചെയ്ത് അയച്ചു. പക്ഷേ ചെയ്തതിലൊക്കെ കോമൺ ആയിട്ട് കുറേ മിസ്റ്റേക്കുകളുണ്ട്. ആമിനെയും കണ്ടോ പറഞ്ഞ് പലർക്കും പല ആൻസറാണ് കിട്ടുന്നത്. അത് ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ എക്സൽ ഷീറ്റ് എടുത്തിട്ട് പ്രശ്നം ചെയ്യാം. നമുക്ക് മാത്സ് കൂട്ടാനൊക്കെ എളുപ്പമുണ്ടാവും. സോ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് എല്ലാവരും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനകത്ത് ഇതുപോലെ 2 വർഷമല്ലേ, 2015 2016 ബാലൻസ് ഷീറ്റാണ് അത് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിനകത്തുനിന്ന് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അറിയാം. അതിനകത്ത് കറണ്ട് അസറ്റ്സ്, ഇൻവെന്ററീസ് ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്യാം. ഒന്ന് ഇൻവെന്ററീസ്. ഓക്കെ, ഇൻവെന്ററീസ് ഇൻവെന്ററീസ് 2015 ഇൻവെന്ററീസ് 1,00,000. അപ്പുറത്ത് 2,70,000. സോ there is an increase, 1,70,000 അല്ലേ, increase in working capital. Then debtors, trade receivables, sorry, debtors വന്നിരിക്കുന്നത് 1,20,000, 1,35,000, 1,20,000, 1,35,000. So that is also an increase of 15,000. Okay, 15,000. അതുപോലെ അടുത്തത് ക്യാഷ്. ക്യാഷ് 20,000 വലിയ വ്യത്യാസം വന്നിട്ടില്ല. 20,000, then again 20,000. So there is no decrease or there is no decrease. Okay, so total current asset എടുക്കുക. So total current asset ഫസ്റ്റ് 2015 2,40,000, 2016 അത് 4,25,000. നെക്സ്റ്റ് ബി കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൽ അത് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഞാൻ ഹെഡിങ് കൊടുക്കുന്നില്ല, നല്ല എഴുതും. ഓക്കെ, ബി കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൽ ആകെ വന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 70,000, 1,40,000 അല്ലേ. ഓക്കെ, 70,000, 1,40,000. 70,000, 1,40,000. വേറെ കറണ്ട് ലയബിലിറ്റീസ് ഒന്നും ഇല്ല. പിന്നെ പ്രൊവിഷൻ ഫോർ ഔട്ട്പുട്ട് ഡെറ്റ്സ് നമ്മൾ പ്രൊവിഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻസ് എല്ലാം നമ്മൾ പ്രത്യേകിച്ച് വരച്ചിട്ട് അത് ചെയ്യുന്നത്. അത് കറണ്ട് ലയബിലിറ്റി എടുക്കത്തില്ല. പകരം കറണ്ട് ലയബിലിറ്റി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ സാധാരണ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രൊപ്പോസൽ ഡിവിഡൻഡ്, അതുപോലെ പ്രൊവിഷൻ ഫോർ ഔട്ട്പുട്ട് ഡെറ്റ്സ് എല്ലാം കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാതെ നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ട് അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലുമാണ് നമ്മൾ യൂഷ്വൽ മെത്തേഡ് കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് തെറ്റില്ല, പക്ഷേ ദിസ് ഈസ് ദ പ്രാക്ടീസ് ദാറ്റ് വി ആർ ഫോളോയിങ്. ഓക്കെ, സോ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ വാട്ട് ഈസ് കാൾഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാണ്. increase in current liabilities leads to increase in working capital. Increase in current liabilities leads to decrease in working capital. So how much amount it is decreased? 75,000. 25,000 decrease is there. 75,000 decrease. Okay.
So now working capital. Working capital. As you know, working capital is the difference between current assets minus current liabilities. So that is equal to Excel ആകുമ്പോൾ നമുക്ക് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഈ കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ 2,45,000 മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് 70,000. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് 1,70,000. ഹിയർ നിങ്ങൾ ട്രാക്ക് ചെയ്താലും മതി, അതൊരു എക്സലിന്റെ മാത്രം ഒരു ഗുണമാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2,80,000. ഓക്കെ, 2,80,000. Okay, then whether it is increase or decrease, we will have to calculate it. So there is an increase. So what is the amount of net increase in working capital? Net increase in working capital. Net increase in working capital. Okay. So that is equal to either 2,80,000 minus 1,70,000. So that is the net increase in working capital. So this will be equal to 2,80,000. Here also this will be equal to 2,80,000. Here total is 1,85,000. 1,85,000. 1,85,000. So ഇവിടെ വരുന്നത് എത്രയാണ്? 1,10,000. ഈ ആൻസർ എല്ലാവർക്കും കിട്ടും. സോ ദാറ്റ് ഇസ് വെരി വെരി ക്ലിയർ. സോ ദാറ്റ് ഇസ് ദ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു വിൽ ഹാവ് ടു ഗോ ഫോർ കാൽക്കുലേറ്റിംഗ് അല്ലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സ് എല്ലാം ഒന്ന് വരയ്ക്കും. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബെറ്റർ ആയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കുക, പ്രൊവിഷന്റെ അക്കൗണ്ടും വരയ്ക്കും. ഫിക്സഡ് അസറ്റ്സിന്റെയും പ്രൊവിഷൻസിന്റെയും ഈ പറയുന്ന ഫിക്സഡ് ലൈബിലിറ്റീസിന്റെ അക്കൗണ്ട് കൂടെ വരയ്ക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പോകും. സോ ഫസ്റ്റ് ആൻസർ കഴിഞ്ഞു. ദിസ് ഇസ് 1,10,000. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 1,10,000. അത് എല്ലാവർക്കും ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. Now you will have to draw the working ആയിട്ട് നമ്മൾ ആദ്യം you are preparing the fixed assets account. ഫിക്സഡ് അസറ്റ്സിന് ഒരു കോമൺ അക്കൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡ്രോ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ട് ഒന്ന് നമ്മൾ വരയ്ക്കുകയാണ്. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് കോളംസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ കൊണ്ട് നമുക്കൊരു 4 കോളം അങ്ങോട്ട് എടുത്ത് മെർജ് ചെയ്ത് ഡ്രോ സി കാണാൻ പറ്റാൻ വേണ്ടിയാണ് ഞാൻ അതൊന്ന് വലുതാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് കൂടെ വലുതായി. ഓക്കെ, നമ്മൾ ഇത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കിത് കാണിക്കാനായിട്ട്. ഓക്കെ, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഓക്കെ, സോ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 4 നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറയുകയാണ്. The provision for depreciation stood at 1,50,000 on 31/12/2015 and at 1,90,000 on 31/12/2016. So this is the information given. അപ്പോൾ ഇതിനകത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ളത് അങ്ങനെ പ്രൊവിഷൻ ഉള്ള സമയത്ത് അത് ശരിക്കും ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്. പക്ഷെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടില്ല. ബാലൻസ് ഷീറ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റ്സിൽ നിന്നും ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കുറച്ചിട്ടാണ് തന്നിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കുറച്ചത് കൊണ്ടാണ് സാധാരണ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനീസ് ഫിക്സഡ് അസറ്റ്സ് കറക്റ്റ് കോസ്റ്റിലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, പ്രൊവിഷൻ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രൊവിഷൻ, ഇതാണ് നിങ്ങൾ മെജോറിറ്റി കുട്ടികളും തെറ്റിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ പ്രൊവിഷൻ തിരിച്ച് ഈ പറയുന്ന ഫിക്സഡ് അസറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്താലേ കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കിട്ടത്തുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് കിട്ടിയാലേ
കറക്റ്റ് ആയിട്ടുള്ള പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാറില്ല, ഈ അസറ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കാറില്ല. പക്ഷെ ഇതിൽ അവർ ഇങ്ങനെ തന്നിരിക്കുകയാണ് ഫിക്സഡ് അസറ്റ്സ് 6,10,000, 7,20,000 തന്നിട്ട് പ്രൊവിഷൻ നമ്മുടെ ലയബിലിറ്റി ഭാഗത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇതിനകത്തുനിന്ന് റിഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓപ്പണിംഗ് പ്രൊവിഷൻ ഓപ്പണിംഗ് ബാലൻസിലൂടെ ആഡ് ബാക്ക് ചെയ്യുക, ക്ലോസിംഗ് പ്രൊവിഷൻ ക്ലോസിംഗ് ബാലൻസിലൂടെ ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് ഈക്വൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഈസ് ഈക്വൽ ടു നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 6,10,000 പ്ലസ് ഓപ്പണിങ്ങിലെ പ്രൊവിഷൻ 1,50,000 എന്നുവെച്ചാൽ നമ്മൾ മൊത്തം 7,60,000 കാണിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ അത് നമ്മൾ ഇതിനോട് ആഡ് ചെയ്യാൻ കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ബാലൻസ് ഷീറ്റിനകത്ത് വന്നിട്ടില്ല. ബാലൻസ് ഷീറ്റിനകത്ത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അതായത് ലയബിലിറ്റി സൈഡിൽ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഈ പ്രൊവിഷൻ ആണ് കീപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പോളിസി അതാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ പ്രൊവിഷൻ ഇതിനകത്ത് നിന്ന് കുറച്ചിരിക്കുവാണ് എന്ന് നമ്മൾ കണക്കാക്കണം, എന്നാലേ ബാലൻസ് ഷീറ്റ് ടാലി ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ കോസ്റ്റ് കണ്ടെത്താനായിട്ട് ഫിക്സഡ് അസറ്റിന്റെ യഥാർത്ഥ കോസ്റ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ ആ പ്രൊവിഷൻ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ഓപ്പണിംഗ് പ്രൊവിഷൻ ആഡ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസിന്റെ കൂടെ ക്ലോസിംഗ് പ്രൊവിഷനും നമ്മൾ ആഡ് ബാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പുറത്തായിട്ട് സ്ഥലം വിട്ടിട്ട് നമ്മൾ എഴുതുന്നു ബൈ ബാലൻസ് carried out is equal to ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 7,20,000 പ്ലസ് ക്ലോസിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത് 1,90,000. So that is 9,10,000. Okay, 9,10,000. Okay, then അതിനകത്ത് തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് സെഗ്രിഗേറ്റ് ചെയ്തല്ല നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫിക്സഡ് അസറ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ ഒരെണ്ണം ഉണ്ട്. നമ്പർ 1, എ മെഷീൻ കോസ്റ്റിംഗ് 70,000. യഥാർത്ഥ കോസ്റ്റ് 70,000 വിലയുള്ള ഒരു മെഷീൻ, അതിന്റെ ബുക്ക് വാല്യൂ 40,000. ദാറ്റ് മീൻസ് 70,000 30,000 ഡിപ്രീസിയേഷൻ പോയിട്ടാണ് 40,000. അത് നമ്മൾ 25,000 രൂപയ്ക്ക് വിറ്റു. എന്ന് വെച്ചാൽ 40,000 ബുക്ക് വാല്യൂ ഉള്ള ഒരു മെഷീൻ 25,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ 15,000 നഷ്ടത്തിന് വിറ്റു. കറക്റ്റ് അല്ലേ? സോ 40,000 ബുക്ക് വാല്യൂ ഉള്ള, അതിന്റെ യഥാർത്ഥ വാല്യൂ 70,000, കോസ്റ്റ് 70,000. ഇപ്പൊ 70,000 കോസ്റ്റ് ഉള്ള 40,000 ബുക്ക് വാല്യൂ ഉള്ള ഒരു മെഷീൻ നമ്മൾ 25,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ജേർണലിൽ വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 25,000, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 15,000. ദാറ്റ് ഈസ് ലോസ്. ഈ 40,000 25,000 നമ്മുടെ വ്യത്യാസം, നഷ്ടത്തിനല്ലേ വിറ്റത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 25,000, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 30,000. ഈ 70 40 തമ്മിലുള്ള വ്യത്യാസം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 15,000, 40,000 25,000 തമ്മിലുള്ള വ്യത്യാസം. ടു മെഷീൻ 70,000. അപ്പൊ അത് നമ്മൾ ഇതിനകത്തോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു ബൈ ക്യാഷ് എത്ര കിട്ടി നമുക്ക്? മെഷീൻ വിറ്റിട്ട് 25,000 25,000 കിട്ടി. ദെൻ ബൈ ദി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, നമുക്ക് പ്രൊവിഷൻ എന്ന് കാണിക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയാണ്? 40,000 70,000 തമ്മിൽ വ്യത്യാസം, അതായത് 30,000. ദെൻ ബൈ പി ആൻഡ് എൽ, ലോസ് ഓൺ സെയിൽ, ബൈ പി ആൻഡ് എൽ. നമ്മൾ കോമൺ ആണ് പി ആൻഡ് എൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ ദാറ്റ് ഈസ് ഹിയർ ദേർ ഈസ് എ ലോസ് ഓൺ സെയിൽ അല്ലേ? ലോസ് ഓൺ സെയിൽ എന്ന് പറയുന്നത് 40,000 വിലയുള്ള മെഷീനാണ് നമ്മൾ 25,000 വിറ്റത്. സോ ദേർ ഈസ് എ ലോസ് ഓഫ് 15,000.
ഇത് ഇങ്ങനെ കാണിച്ചില്ല എങ്കിൽ, അതായത് നിങ്ങൾ ഇതിനകത്ത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തില്ല എങ്കിൽ നമുക്കിനി കിട്ടുന്ന പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ആയിരിക്കും ആ ബാലൻസിനനുസരിച്ച് അത് കറക്റ്റ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തത്. നമ്മളിത് ആഡ് ബാക്ക് ചെയ്യേണ്ടായിരുന്നു. എങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കറണ്ട് ലൈബിലിറ്റീസിനകത്തോ നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ എവിടെയെങ്കിലും വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓൾറെഡി ഈ പ്രൊവിഷൻ ഇതിനകത്ത് കുറച്ചു, അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ടാലി ആയത്. അതുകൊണ്ട് യഥാർത്ഥ കോസ്റ്റ് കണ്ടെത്താനായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ തന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ പ്രൊവിഷൻ നമ്മുടെ കൺസേൺഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെയും ക്ലോസിംഗ് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു. എന്നാലേ കറക്റ്റ് ആയിട്ടുള്ള പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ടേക്ക് ദ ബാലൻസ്. നമ്മൾ ഇതിന്റെ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് 9,80,000. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 9,80,000. സോ വാട്ട് ഈസ് ദ പർച്ചേസ്? ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ബാലൻസിങ് എമൗണ്ട് ആണ് ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. So what is the balancing amount? So that is equal to ഇത് 9,80,000 minus 7,60,000. So that is equal to 2,20,000. So this is cash. ബ്രാക്കറ്റിനകത്ത് കാണിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, പർച്ചേസസ് അല്ലേ, നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഫിക്സഡ് അസറ്റ്. ഇത് നമ്മൾ ഇതിൽ പോകും. ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇത് നമ്മുടെ ഒരു ഫണ്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മളത് പഠിക്കുക. സോ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ ചെയ്ത പ്രോബ്ലം. ഒരു 6 പേര് അയച്ചല്ലോ, അതിൽ നിങ്ങൾ ഈ രീതിയിലല്ല നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന 6,10,000 7,20,000 എടുത്താൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ടാലി ആയി പോകും. പക്ഷെ മെത്തേഡ് ഈസ് നോട്ട് കറക്റ്റ്. ചെയ്ത മെത്തേഡ് എന്തല്ല, അത് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന് പുറത്തായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ പ്രൊവിഷൻ എന്ത് ചെയ്യണം, ആ ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ പ്രൊവിഷന്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസിന്റെ കൂടെ പ്രൊവിഷന്റെ ക്ലോസിംഗ് ബാലൻസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ട്രാൻസാക്ഷൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് പർച്ചേസസ് അല്ലെങ്കിൽ സെയിൽസ് നമുക്ക് കണ്ടെത്താവും. സോ ദാറ്റ് ഈസ് ദ മേജർ മിസ്റ്റേക്ക് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ ദിസ് റിഗാർഡ്. ദെൻ നെക്സ്റ്റ് യു വിൽ ഹാവ് ടു പ്രിപ്പയർ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സോ അടുത്ത് നമ്മൾ വരയ്ക്കേണ്ട അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. യഥാർത്ഥ ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷത്തെയും പ്രൊവിഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ എടുത്തു. സോറി, ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നു. അതിനകത്ത് ഫസ്റ്റ്ലി യു ആർ ടേക്കിംഗ് ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്? 1,50,000. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,50,000. ദെൻ ഇവിടെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. To balance brought down. So the amount is 1,90,000. Latest തന്നിട്ടുണ്ട് 1,90,000. അത് കൂടാതെ there is a journal entry here. നമ്മൾ അസറ്റ് വിറ്റില്ല, ഒരു മെഷീൻ വിറ്റപ്പോഴേ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അറ്റം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റം P&L അക്കൗണ്ട് അറ്റോസ് ടു ദാറ്റ് മെഷീൻ എന്ന് കാണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ എൻട്രി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. ടു ഫിക്സഡ് അസറ്റ് ടു മെഷീൻ എന്ന് കാണിച്ചാലും മതി. കാരണം ആക്ച്വലി മെഷീനിന്ന് പ്രത്യേകിച്ച് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണിക്കാം ദിസ് ഈസ് ദ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ സോൾഡ് അല്ലേ. നമ്മൾ വിറ്റ മെഷീൻ്റെ ഡിപ്രീസിയേഷൻ ആണ് അത് 30,000, 30,000. ഓക്കെ, സോ ദ ടോട്ടൽ ഈസ് 2,20,000 അല്ലേ. 1,90,000 30,000 കൂട്ടുമ്പോൾ 2,20,000. Here also 2,20,000. Okay, so what is the value of depreciation by P&L? ഇതാണ് ഓരോ ഈ വർഷം മൊത്ത ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. So this is by P&L. ഈ 2,20,000 minus 1,50,000, so that is equal to 70,000. ഇതാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുമ്പോൾ ആഡ് ബാക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് അക്കൗണ്ട് ഇതേ രീതിയിൽ ചെയ്തില്ല എങ്കിൽ കിട്ടുന്ന ആൻസർ വ്യത്യാസമായിരിക്കും. So this is the answer by P&L 70,000. Okay.
സോ ദാറ്റ് ഇസ് വെരി ക്ലിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ശരിക്കും ഇനി അക്കൗണ്ട് വരയ്ക്കാതെ തന്നെ ചെയ്യാൻ, കാരണം ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് യു ക്യാൻ പ്രിപ്പയർ കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പൊ നമുക്കൊന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷനിലോട്ട് പോകാൻ പറ്റും. അക്കൗണ്ട് ഞാൻ വരയ്ക്കാത്തതാണ്, എളുപ്പത്തിൽ പറഞ്ഞു. അപ്പൊ ഇതിലാണ് മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യും. Then now we are moving to calculation of fund from operation. Calculation of funds from operations. Okay, calculation of funds from operations. രണ്ട് കോളം നമ്മൾ കൊടുത്താൽ മതിയല്ലോ അതിനല്ലേ, അപ്പോൾ ഇത്ര മതി. സോ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം വേണ്ടത് കറണ്ട് ഇയർ പ്രോഫിറ്റ് അല്ലേ വേണ്ടത്. കറണ്ട് ഇയർ പ്രോഫിറ്റ് കാണാനായിട്ട് പ്രോഫിറ്റ് തന്നിട്ടില്ല, ബട്ട് യു ഹാവ് ഗിവൺ റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. അതിന്റെ ഒരു നോട്ട്സ് തന്നിട്ടുണ്ട്, റിസർവ്സ്. അപ്പൊ ആ നോട്ട്സിൽ തന്നിട്ടുണ്ട് റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് 1,10,000, 2,70,000. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് 2,70,000 എഴുതുക. ക്ലോസിംഗ് ബാലൻസ് 2,70,000. That's opening balance. Less opening balance. 1,10,000. 1,10,000. Right. So what is current year profit? So current year profit is equal to 1,60,000. 1,60,000. Okay, 1,60,000. That is current year profit. Add non-operating expenses. ഓരോ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഫസ്റ്റിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. നമ്മുടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ കണ്ടെത്തിയത് ദിസ് വൺ ഈസ് 70,000 ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. പിന്നീടുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ പോകാം. അതിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറയുന്നു പ്രിഫറൻസ് ഷെയർ റിഡംഷൻ വാസ് ക്യാരിഡ് ഔട്ട് അറ്റ് എ പ്രീമിയം ഓഫ് 5%. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നിങ്ങളുടെ തൊട്ട് മുകളിൽ നോട്ട്സ് ആയിട്ട് കിടപ്പുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്. 2 ലക്ഷത്തിന്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം ആയി മാറി. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ മടക്കി കൊടുത്തു. അങ്ങനെ മടക്കി കൊടുത്തപ്പോൾ നമുക്ക് 1 ലക്ഷം റിഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ദർ ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1 lakh. അതിന് നമ്മൾ 5% പ്രീമിയത്തിനാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ 1 ലക്ഷം അല്ല കൊടുത്തത്, 1 ലക്ഷത്തിന്റെ കൂടെ 5% പ്രീമിയം കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1,05,000. ദാറ്റ് ഈസ് വി ക്യാൻ സേ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. സോ അങ്ങനെ എഴുതാം. പ്രീമിയം ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഞാൻ പ്രിഫറൻസ് ഷെയർസ് PS എന്ന് എഴുതും എളുപ്പത്തിന് വേണ്ടി. പ്രീമിയം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 5,000 കണ്ടെത്തിയത് മനസ്സിലായെന്ന് തോന്നുന്നു. 1 ലക്ഷത്തിന്റെ 5%. കാരണം 2 ലക്ഷം രൂപ വിലയുള്ള പ്രിഫറൻസ് ക്യാപിറ്റൽ ഇപ്പോഴും 1 ലക്ഷം ആയല്ലോ. അപ്പോൾ 1 ലക്ഷം നമ്മൾ പൈസ കൊടുത്തു എന്നില്ലായിരുന്നു. അപ്പോൾ ആ 1 ലക്ഷത്തിന്റെ 5% നമ്മൾ പ്രീമിയം ആയിട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം അല്ല കൊടുത്തത്, 1,05,000 നമ്മൾ കൊടുത്തു. പിന്നെ ഡിവിഡൻഡിന് 15% നമ്മൾ 15% ഇക്വിറ്റി ഷെയർസിന് 15% നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു. അതോടെ എഴുതിക്കോളൂ. ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന് നമ്മൾ 15% ഡിവിഡൻഡ് കൊടുത്തു. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന 4 ലക്ഷമാണ് നമുക്ക് ഓപ്പണിങ്ങിലുള്ളത്. ഇപ്പൊ 4 ലക്ഷത്തിന്റെ 15% 4 60 അല്ലെ, 60,000 നമ്മൾ ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും കൊടുത്തു. 60,000 കിട്ടിയത് 4 ലക്ഷത്തിന്റെ 15%. 15% 15 60,000. ഓക്കെ. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്തു. ഇൻകം ടാക്സ് 20,000 വാസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2016. ഇൻകം ടാക്സ് നമ്മൾ 2014 ഇൻകം ടാക്സ് കൊടുത്തു. ഇൻകം ടാക്സ് പ്രൊവിഷന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാവാം നമ്മൾ ഈ വർഷം മേടിയ പ്രൊവിഷൻ എന്നുള്ള നിലയ്ക്ക്. അതും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതങ്ങോട്ട് എഴുതുക. ഇൻകം ടാക്സ് പെയ്ഡ് amount is 20,000.
Income tax paid is 20,000. ഓക്കെ, ഇൻകം ടാക്സ് പെയ്ഡ് ഈസ് 20,000. പിന്നീട് നമുക്ക് വല്ല ഫിക്റ്റീഷ്യസ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിബഞ്ചറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ലോങ് ടേം ലോൺസിനകത്ത് ഇത് പറയുന്നു 10% ഡിബഞ്ചർ എന്ന് പറയുന്നു. ലോങ് ടേം ബോറോയിങ്സ് 10% ഡിബഞ്ചേഴ്സ്. അപ്പൊ 10% ഡിബഞ്ചേഴ്സ് നമുക്ക് വി ആർ ഹാവിങ് 1 lakhs, 1 ലക്ഷം രൂപ നമുക്ക് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഡിബഞ്ചേഴ്സിന്റെ 10% എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 10,000. അപ്പൊ എഴുതുക ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 10,000. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് കൊടുക്കണം, നോക്കണം. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിബഞ്ചറിന് ആ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ 1 lakhsന്റെ 10% ആണ് ഈ കണ്ടെത്തിയിരിക്കുന്ന 10,000. ഓക്കെ, ദാറ്റ്സ് വെരി ക്ലിയർ. പിന്നീട് വേറെ വന്നിരിക്കുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, പിന്നെ ഇതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് 10,000, 5,000. അത് ഡിസ്കൗണ്ട് നമുക്കറിയാം, പ്രിലിമിനറി എക്സ്പെൻസ് പോലെ തന്നെയാണ്. ഇതൊരു ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ് 10,000 നിന്ന് 5,000 ആയിട്ട് കുറയ്ക്കുന്ന വെച്ചാൽ വി ആർ റൈറ്റിംഗ് ഓഫ് ₹5,000. അപ്പൊ എഴുതുക ഡിസ്കൗണ്ട് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് റിട്ടേൺ ഓഫ് WRO എന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം എഴുതുന്നു. 10,000 5,000 ആയി കൊണ്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 10,000 5,000 ആയിട്ട് കണ്ടപ്പോൾ നമ്മൾ 5,000 രൂപയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ഓഫ് ദ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പിന്നെ there is a loss on sale. അല്ലാതെ നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. there is a loss on sale. നമ്മൾ ഈ ഒരു മെഷീനറിയെ വിറ്റത് നഷ്ടത്തിൽ 15,000 നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ എ നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ നമ്മൾ ലോസിനാണ് വിറ്റിരിക്കുന്നത്. അത് നമ്മൾ ഇതിനകത്ത് കാണിക്കുക. 15,000 is the loss on sale of fictitious asset. 5,000, sorry 5,000, 15,000 അല്ല, yes 15,000 ഇവിടെ നമ്മൾ PL അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. 15,000 is the loss on sale of machine. ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. These are the total non-operating expenses. The amount is 1,85,000. 1,85,000. Then non-operating incomes എന്ന് പറയാൻ വേണ്ടി ഒന്നും ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാത്തത് കൊണ്ട് നമുക്കത് തൽക്കാലം സ്കിപ്പ് ചെയ്യാം. So what is the fund from operation? Fund from operation is equal to 1,60,000 current year profit plus all non-operating expenses. So you are getting 3,45,000 as the FFO. അല്ലേ, FFO ഇത് നമ്മൾ സോഴ്സ് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഇതാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ അക്കൗണ്ട് സെറ്റ് അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റിലുള്ള പോലെയാണ് വരച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. വേറെ ഒരു വാല്യൂ ആയിരിക്കാം ചിലപ്പോൾ വന്നിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ദിസ് ഈസ് ദ പ്രോപ്പർ മെത്തേഡ്. ഈ രീതിയിൽ വേണം നിങ്ങളിത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. Then now we are moving to the last part. Okay, അപ്പോൾ ഇതായി. Then last part. In the last part you need to prepare what is called as a fund flow statement. The fund flow statement നമ്മൾ വരയ്ക്കും. ഞാൻ ഒരു പേജ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് വരയ്ക്കും. So funds flow statement. Okay, ഇവിടെ വലുതാക്കി കൊടുക്കാം. ഓക്കെ, സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇതൊക്കെ വരുന്നു. ശരിക്കും അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ 2 തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്ന് ഒരു നോട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ ആ നോട്ട്സ് എടുത്തിട്ട് ഒന്ന് നോക്കാം. 5ന്റെ നോട്ട്സിൽ
ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം ആയിരുന്നു കഴിഞ്ഞ വർഷം, അതിപ്പോൾ 5 ലക്ഷമായി. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു അല്ലേ. 4 ലക്ഷം 5 ലക്ഷം ആവുമെന്ന് വെച്ചാൽ വി ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ദ ട്യൂൺ ഓഫ് 1 lakh rupees. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം എന്നുള്ളത് 1 ലക്ഷമായിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ഇപ്പുറത്തോട്ട് എഴുതുക റിഡംഷൻ ഓഫ് PS മീൻസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം 1 ലക്ഷമായി. സോ ദാറ്റ് ഇസ് 1 lakhs. ഓക്കെ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ 1 lakhs. ആ റിഡംഷനായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു പേയ്മെന്റ് കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ട്, പ്രീമിയം എമൗണ്ട് റിഡംഷൻ. അത് ഇവിടെ തന്നെ കാണിക്കും. പ്രീമിയം എമൗണ്ട് റിഡംഷൻ അത് നമ്മൾ കൊടുത്തു. 1 ലക്ഷം അല്ല കൊടുത്തത്, 1 ലക്ഷത്തിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ 5000 രൂപയുടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്രീമിയം ആയിട്ട് നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. പ്രീമിയം റിഡംഷൻ ₹5000. പ്രീമിയം റിഡംഷൻ ₹5000. ഓക്കെ, അതായി. പിന്നീട് നമുക്ക് എന്തൊക്കെ അടുത്ത സോഴ്സ് എന്ന് പറയാനായിട്ട് നമുക്കൊരു സോഴ്സ്, ഒരു അസറ്റ് അല്ലെ, മെഷീൻ നമ്മൾ വിറ്റിരുന്നു അല്ലേ. 25,000 രൂപയ്ക്ക് നമ്മൾ മെഷീൻ വിറ്റ് നമുക്ക് 25,000 രൂപ കാശ് കിട്ടി. അപ്പൊ സെയിൽ ഓഫ് മെഷീൻ ഒരു ഫിക്സഡ് അസറ്റ് മെഷീൻ വിറ്റ് നമുക്ക് 25,000 കിട്ടിയല്ലോ. സോ യു റൈറ്റ് ദ എമൗണ്ട് ഇസ് 25,000. ഓക്കെ, അത് എഴുതാം. പിന്നെ നമ്മൾ ഈ കണ്ടെത്തിയ ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ്, മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വി കാൽക്കുലേറ്റ് ആസ് 3,45,000. ഇത്രയുമാണ് നമ്മുടെ സോഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹെഡ് കൊടുക്കണം, സോഴ്സസ് ഓഫ് ഫണ്ട്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. So you have to give the heading like this. Okay, this is the sources of fund. Sources of funds. Okay, sources of funds. അതുപോലെ ഈ സൈഡിൽ you will have to write it as applications of funds. Applications of funds. Okay, applications of funds. ഓക്കെ, സോ ഇവിടുത്തെ ഈ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെയാണ് നമുക്കുള്ള ആപ്ലിക്കേഷൻസ് നോക്കേണ്ടത്. അപ്പൊ ആപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കറണ്ട് ഫിക്സഡ് അസറ്റ്സിനകത്ത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരച്ചപ്പോഴേ ഒരു പർച്ചേസ് കണ്ടു. When you draw fixed asset account, fixed asset account to cash purchases 2,20,000. So that is an application of fund. അപ്പോൾ അത് എഴുതുക, purchase of fixed asset. Purchase of fixed asset. Purchase of fixed asset. Amount 2,20,000. നമുക്ക് ആ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടി 2,20,000. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിന് ഒരു അക്കൗണ്ട് വരയ്ക്കുന്നെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. 30,000 ആയിരുന്നു 2015, അത് 80,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 30/80 ആകുമ്പോൾ 50,000 രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വാങ്ങി. 30/80 ചെയ്യുന്നത്. അപ്പൊ 80 - 30 50,000 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്തു. പിന്നീട് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഒരു ഐറ്റം നമ്മൾ വിറ്റു കേട്ടോ. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഒരു പ്രൊവിഷൻ ഉണ്ട്, അതിന്റെ അക്കൗണ്ട് നമ്മൾ ശരിക്കും വരയ്ക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയിട്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കിടക്കും. സോ ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓൾസോ. അപ്പൊ ഈ പ്രൊവിഷൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ യു വിൽ ഹാവ് ടു ഡ്രോ അനദർ അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. Provision for doubtful debts, DBTS. Okay. Provision for doubtful debts in the buy balance carried down is given as 10,000. To balance brought down. To balance, sorry, this is carried down, this is brought down.
This is brought down. This is carried down. To balance carry down. The model of the 10,000. Here it is 15,000. 15,000. So we have 15,000 on total debit balance. Here also 15,000. So the meaning being that the current year provision another 5,000. So this is by P and L. By P and L. By P and L 5,000. By P and L 5,000. So this should also be it's a non-operating expense. അപ്പോൾ ഈ ഫണ്ട് ഓപ്പറേഷൻ കണ്ടെത്തുന്ന സമയത്ത് ഇതൊന്ന് ഞാൻ മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് one more item we need to add back. That is this one. Provision for debtors. Provision for debtors. ഈ എമൗണ്ട് അതായത് ബാലൻസ് കണ്ടെത്തിയ 5,000 കൂടെ ആഡ് ബാക്ക് ചെയ്യണം. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. ഈ അതിനോട് കൂടും, അത്രേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ സം ഹിയർ? ഫൈൻഡ് ദ സം ഹിയർ. സം ഈസ് ഈക്വൽ ടു this one lakhs 90,000. So fund from operations is equal to this 1,90,000 plus current year profit. So this is current year profit plus 1,90,000. So that is equal to 3,50,000. നേരത്തെ നമുക്ക് 3,45,000 ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. Now it is increased to 3,50,000. അപ്പോൾ ഇവിടെ അത് മാറ്റുന്നു 3,50,000. ഓക്കെ, അത് നമുക്ക് കിട്ടുമായിരുന്നു. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 50,000 നമ്മൾ എടുത്തു. പിന്നെ അല്ലാതെ നമ്മൾ കുറെ പേയ്മെന്റ്സ് ഒക്കെ നടത്തിയല്ലേ. ഏതൊക്കെയാണ്? നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ പ്രീമിയം അത് കാണിച്ചു. ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് ഡിവിഡൻഡ് പെയ്ഡ്. ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. എത്ര ഡിവിഡൻഡ് കൊടുത്തു? 60,000. അവിടെ ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് 60,000. അത് കൂടാതെ ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 20,000. Income tax paid 20,000. Then there is a increase in working capital. അല്ലേ? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് വേണം നമുക്ക് കിട്ടാനായിട്ട്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ആണെങ്കിൽ ഇപ്പുറത്ത് കാണിക്കും, ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കും. സോ വാട്ട് ഈസ് ദ എമൗണ്ട് വി കാൽക്കുലേറ്റഡ്? 1,10,000. You take the sum here. So this is the sum here. 5,65,000. Here sum is equal to 4,75,000. Oh sorry, ഇവിടെ ഒരു റേറ്റ് കൂടെ വരാനുണ്ട്. സോ ദാറ്റ് ഈസ് ഡിബെഞ്ചർ. നോക്കിയേ, ഡിബെഞ്ചർ 1,00,000 2,00,000 ആയിട്ടുണ്ട്. 1,00,000 2,00,000 ആകുമ്പോൾ സോ there is an issue of debenture also. Okay. Issue of debenture. Issue of debenture. എത്രയാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? amount is 1 lakhs 2 lakhs അപ്പോൾ 1,00,000. So that is equal to 5,75,000. So there is a difference of 10,000. Okay. Interest on debentures അപ്പുറത്ത് കൊടുത്തില്ല അല്ലേ? ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ അത് ഇവിടെ വരണം ഇതിനകത്ത്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിനകത്ത് ഇതൊന്നുകൂടെ ഒന്ന് മാച്ച് കളഞ്ഞിട്ട് ഇവിടെ പിന്നെ നമുക്ക് ടോട്ടൽ ചെയ്യാം. സോ there is a interest on debentures. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അതും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എത്ര രൂപ? 10,000 രൂപ. 10,000. Now you take the total. ഇപ്പം നിങ്ങൾ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ സോ ദിസ് ഈസ് 4,65,000. ഇൻകം ടാക്സ് പെയ്ഡ് ഇതിൽ കളഞ്ഞിട്ടാണോ ചെയ്തത്? 1,00,000. സോറി, ഇത് എഴുതിയില്ല. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ
ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അത് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രകാരം നമ്മൾ കണ്ടെത്തി 1,10,000. So now you take the total. So take the sum auto-sum. That is 5,75,000. ഇവിടെ നിങ്ങൾ auto-sum കൊടുക്കുക, ടോട്ടൽ എടുക്കുക. ഞാൻ എക്സൈസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നത് 5,75,000. ഇതാണ് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ പല രീതിയിലൊന്നും അല്ല, അക്കൗണ്ടിങ്ങിലെ പ്രോബ്ലം സബ്ജക്റ്റീവ് ഒന്നും അല്ല, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും കിട്ടേണ്ടത് ഒരു ആൻസർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. 5. ഓക്കെ, അപ്പൊ അതിൽ കിട്ടേണ്ട ആൻസർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 3,50,000, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ടോട്ടൽ 5,75,000. ഓക്കെ ഓക്കെ, അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കാം. ക്ലോസ് ചെയ്ത് അപ്പൊ അതൊന്ന് ചെയ്യുക. ഇനി നിങ്ങൾ ഒരു സംശയം പറഞ്ഞിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ 10 ആണ്. അത് ഞാൻ ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.